എനിക്ക് തോന്നുന്നു അങ്ങയുടെ മുച്ചിലോട്ട് ഭഗവതിയെ കുറിച്ചുള്ള ഒരു നരേഷൻ അത് കേട്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. തീർച്ചയായും അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ നമ്മുടെ നവകേരള ന്യൂസിൽ ഇട്ട സമയത്ത് ഭീകരമായ അത് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു. അത് എനിക്ക് ഒരുപാട് പേര് എനിക്ക് തന്നെ അത് അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ തെയ്യം കലയുടെ കുലപതി എന്നറിയപ്പെടുന്നത് മണക്കാടൻ ഗുരുക്കളാണ്. നമ്മളിപ്പോൾ കടന്നു വന്ന് നമ്മൾ വണ്ടിയിൽ സഞ്ചരിച്ച് വന്നത് ഈ മണക്കാടൻ ഗുരുക്കളുടെ സമാധി സ്ഥലത്തൂടെയാണ്. അവിടെ കാണാം നമുക്ക്. അപ്പോൾ ഈ 140 തെയ്യക്കോലങ്ങളെ തോറ്റിച്ചമച്ച മണക്കാടൻ ഗുരുക്കൾ സൃഷ്ടിച്ച തെയ്യങ്ങളിൽ ഏറ്റവും സൗന്ദര്യ തികവാർന്ന തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി. അത് ഓരോ തെയ്യക്കഥകളിലും ഇങ്ങനെ കുറേ ആത്മപീഡയുടെ, അവഗണനയുടെ, അടിച്ചമർത്തലിൻ്റെ കഥകളുണ്ടാവും. ഓരോ തെയ്യത്തിൻ്റെ പിന്നിലും ഉണ്ടാവും. അത് അധികാരി വർഗത്തിൻ്റെ ഗർവിനെതിരെ പോരാടിയവരെ അവരൊക്കെയാണ് തെയ്യമായി വരുന്നത്. അത് മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് ഒരു ഇല്ലത്തിൻ്റെ അകത്തളത്തിൽ ജനിച്ചൊരു അന്തണകന്യക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ബാലികയാണ്. അപ്പോൾ ഈ ബാലിക വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ അറിവുകളും ഇങ്ങനെ സ്വായത്തമാക്കി. അപ്പോൾ ഈ കുറച്ച് പഠിച്ച പണ്ഡിതന്മാരില്ലേ, അവരോടൊക്കെ തർക്കിക്കുമ്പോൾ ആർക്കും ഈ കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവളിങ്ങനെ വളർന്നാൽ നമ്മുടെ പാണ്ഡിത്യ ഗർവിന് നേരെയുള്ള ഒരു ശരമായി മാറും എന്ന് കണ്ടവൾ ഒരു കണിയൊരുക്കിയിട്ട് ഇവളോട് ചോദിക്കുകയാണ്, രസത്തിൽ വലിയ രസമേതാണ്? അപ്പോൾ അറിയാതെ പറഞ്ഞു പോയി, കാമരസം. അതുപോലെ വേദനയിൽ വെച്ച് ഏറ്റവും വലിയ വേദന പ്രസവ വേദന. അപ്പോൾ അവർ പറഞ്ഞു, ഇത് രണ്ടും അനുഭവിക്കാതെ പറയാൻ കഴിയില്ല, ഇവൾ പിഴച്ചു പോയവളാണ്, പടിയടച്ച് പിണ്ടം വെക്കുക. അപ്പോൾ ആ പെൺകുട്ടി അഗ്നിയിൽ സ്ഫുടം ചെയ്തു. അഗ്നി ഉണ്ടാക്കിയിട്ട് അതിൽ ആത്മാഹുതി ചെയ്തു. ആ ചൈതന്യമാണ് ഈ ദേവതയായിട്ട് ഉയർന്നു വന്നത്. അപ്പോൾ അത് കരിവള്ളൂരുമായി ബന്ധപ്പെട്ട് ആ കരിവള്ളൂരിലെ ഒരു പടനായർക്ക്, മുച്ചിലകോടൻ പടനായർക്ക്, വാണിയ സമുദായത്തിലൊരു പടനായർക്ക് ദർശനം കിട്ടി. അത് കരിമ്പനയിൽ പന ഇങ്ങനെ വിറച്ചിട്ട് ഇപ്പം നമ്മൾ പ്രശ്നം വെക്കും. പിറ്റേന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നോക്കുമ്പോൾ കിണറ്റിലൊരു ദൈവരൂപം കണ്ടു. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മുച്ചിലോട്ട് ഭഗവതിയാണ്. അത് മുച്ചിലോട്ട് ഭഗവതിയല്ല, ഞാനിങ്ങനെ തെയ്യമായി വന്നതാണ്. അപ്പം എന്നെ പള്ളിയറ കെട്ടിയിട്ട് പരിപാലിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പനക്കാച്ചേരി നമ്പി പള്ളിയറ കെട്ടി പരിപാലിച്ച് വന്ന ദേവിയാണ് മുച്ചിലോട് ഈ പള്ളിയറ കെട്ടിയിട്ട് പരിപാലിച്ച് വന്ന ദേവിയാണ്. അപ്പോൾ വർഷാവർഷം തെയ്യം ഈ മുച്ചിലോട്ട് ഭഗവതിനെ കെട്ടിയാടിക്കുന്ന മുച്ചിലോട്ടുകളുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 200-ലധികം മുച്ചിലോട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വടക്ക് പെരുതണ മുതൽ കോഴിക്കോട് വരെ മുച്ചിലോട്ടുകളുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഒരു മുച്ചിലോട്ട് ഭഗവതി ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ആണ്ടോടാണ്ട് കെട്ടിയാടിക്കും. എല്ലാ വർഷവും മുച്ചിലോട്ട് പോയി. ചില സ്ഥലത്ത് പെരുങ്കളിയാട്ടമാണ്. അത് 12 വർഷത്തിൽ ഒരിക്കലും നടത്താം. ചിലപ്പോൾ അവരുടെ മുച്ചിലോട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ 15-20 വർഷമൊക്കെ ആവാം. ഇപ്പോൾ ഇതിനിടയിൽ ഒന്ന് ചന്തേര കഴിഞ്ഞത് 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടായി. ഈ മുച്ചിലോട്ട് ഭഗവതിക്കൊപ്പം തന്നെ ഈ മറ്റ് ദേവതകളുണ്ട്. ഇവരുടെ സഖിമാരായിട്ടുള്ള ദേവതകളുണ്ട്. കണ്ണങ്ങാട്ട് ഭഗവതിയുണ്ട്, പുലിയൂര് കാളിയുണ്ട്, നരമ്പിൽ ഭഗവതിയുണ്ട്, അങ്ങനെ ഒട്ടേറെ വിഷ്ണുമൂർത്തിയുണ്ട്. അങ്ങനെ കുറേ തെയ്യങ്ങളുണ്ട്. ഈ തെയ്യങ്ങളൊക്കെ സമ്മേളിക്കുന്നൊരു വേദിയാണ് പെരുങ്കളിയാട്ടം. മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ കാളി മാതാവായ രയരമംഗലത്ത് ഭഗവതി എന്നൊരു ഭഗവതിയുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയാൽ, കരിവള്ളൂരിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പിലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ വാൽക്കണ്ണാടി പ്രതീക്ഷയിലൂടെയാണ് ഈ ഭഗവതി വന്നത്. കാളിയുടെ മാതാവാണ്. കാളി മാതാവായ രയരമംഗലത്ത് ഭഗവതി തൻ്റെ 6000-ൻ്റെയും 100,000-ൻ്റെയും 18,000-ൻ്റെയും ഏറും വാറും കൊട്ടും കോലും ഓലയും നാരായവും കങ്ങാണിയുമെല്ലാം വിശ്വസിച്ചേൽപ്പിച്ച പരദേവത എന്നാണ് പറയുന്നത് ഈ മുച്ചിലോട്ട് ഭഗവതിയെക്കുറിച്ച്. മുച്ചിലോട്ട് ഭഗവതി കെട്ടിയാടിക്കുന്ന സമയത്ത് അവിടെ എല്ലാ മുച്ചിലോട്ടും ഒരു കൈലാസക്കല്ലുണ്ടാവും. കൈലാസക്കല്ലിൻ്റെ എടുക്കുന്നതാണ് തിരുമുടി വരിക. ഈ ശിവപുത്രിയാണ്, ശിവചൈതന്യമാണ് ഈ മുച്ചിലോട്ട് ഭഗവതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞു വിളിച്ചാൽ അത് ഈ തമ്പുരാട്ടി അമ്മ എന്നാണ് വിളിക്കുക.
വാണിയകുലജാതൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പിറന്ന കുലമാണ് വാണിയകുലം. വാണിയകുലത്തിൻ്റെ സംരക്ഷകയാണ്, പരദേവതയാണ്. അവർക്ക് മറ്റൊന്നുമില്ല. പെറ്റമ്മ കഴിഞ്ഞാൽ പോറ്റമ്മ ഈ തമ്പുരാട്ടി അമ്മയാണ്. അപ്പോൾ ശരിക്കും ഞാനന്ന് ചെയ്തത്, എനിക്ക് പെട്ടെന്ന് ഞാനൊരു കരുവള്ളൂക്കാരനായതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൻ്റെ 5ാം വാർഷികത്തിന് നവംബർ 1 ഓർക്കുന്ന ഞാൻ. അന്ന് എന്നോട് പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് ചെയ്യണമെന്ന് ബാക്കെന്ന് പറയുമ്പം എനിക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. കാരണം ഒരു കരുവള്ളൂരുകാരനായതുകൊണ്ട്, ആദ്യം മുച്ചിലോട്ട് കുടികൊള്ളുന്ന കരുവള്ളൂരായതുകൊണ്ട് ഞാനങ്ങനെ മുച്ചിലോട്ട് പോലെ ഞാനൊന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ചാനലിന് വേണ്ടി പറയാം. അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയും ജഗദംബികയും ഭക്തവത്സലയും ആദിമഹസ്സും പരമ്പൊരുളുമാണ് സർവേശ്വരിയായ ശ്രീ മുച്ചിലോട്ട് ഭഗവതി. ഹേ ദേവി, എനിക്ക് നിത്യമായ ആനന്ദം തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ നിത്യാനന്ദ സ്വരൂപിണിയായും, കാഞ്ചിയിൽ കാമാക്ഷിയായും, മധുരയിൽ മീനാക്ഷിയായും, കൊടുങ്ങല്ലൂരിൽ കണ്ണകിയായും, കൊല്ലൂരിൽ മൂകാംബികയായും, ശൃംഗേരിയിൽ ശാരദയായും, പാർവതിയായും, സരസ്വതിയായും, ലക്ഷ്മിയായും, കാളിയായും, ദുർഗയായും ഭക്തജനങ്ങൾ എന്തു പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷമാകുന്ന ഈ ചരാചര പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജസ്രോതസ്സാണ് ശ്രീ മുച്ചിലോട്ടംബിക. സകല സുരാസുര ഗന്ധർവ യക്ഷ വിദ്യാധര കിന്നര കിം പുരുഷന്മാർ സ്തുതിക്കുന്ന മഹാകാളി, കാലാതിരുദ്രകാളി, കാലസംഘർഷിണി, സർവദാരിദ്ര്യനാശിനി, അതല വിതല നിതല സുതല തലാതല മഹാതല രസാതല പാതാള ബുർഭുവസ്യവർജുന സത്യപാത 14 ലോകങ്ങൾക്കും നാഥ. ശബ്ദസ്പർശരൂപരസഗന്ധാദി സ്വരൂപിയായിരിക്കുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ കാരുണ്യ കടാക്ഷത്തിൻ്റെ കനകക്കതിരുകൾ ആത്മപ്രകാശത്തിൻ്റെ നിത്യജ്യോതിസായി എല്ലാ ഭക്തജനങ്ങളിലും വിളങ്ങിയിടുമാറാകട്ടെ.